ഏവർക്കും നമസ്കാരം. അഡ്വോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യ അതിർത്തികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് വിവിധ രാജ്യങ്ങളും അവയുമായിട്ട് പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങളും നമുക്ക് പഠിക്കാം. ആദ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് 3323 കിലോമീറ്റർ ദൂരം അതിർത്തിയുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്കുള്ള അതിർത്തി ദൂരം എന്ന് പറയുന്നത് 3323 കിലോമീറ്റർ ആണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. 3 സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീരിനും ലഡാക്കിനും പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ഇതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏകദേശ സ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീര്, ലഡാക്ക്. അങ്ങനെ 3 സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. 3 സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 3 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. പിന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീര്, ലഡാക്ക്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പാകിസ്ഥാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേര്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് മാസം 17-ാം തീയതി സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി വരച്ചു ചേർത്തതാണ് ഈ റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. റാഡ്ക്ലിഫ് ലൈൻ ഔപചാരികമായിട്ട് നിലവിൽ വന്ന ഡേറ്റ് ആണ് 1947 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ദൂരം നമ്മൾ പറഞ്ഞു, അത് 3323 കിലോമീറ്റർ ആണ്. ഔദ്യോഗികപരമായിട്ടുള്ള രേഖയുടെ പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു ലൈൻ കൂടി കാണാറുണ്ട്, അത് LOC ആണ്. LOC എന്താണ്? LOC എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന സൈനിക അതിർത്തിയുടെ പേരാണ് LOC എന്ന് പറയുന്നത്. അതൊരു ഔദ്യോഗിക അതിർത്തിയൊന്നുമല്ല, ഒരു സൈനിക അതിർത്തിയാണ്, സൈനിക ധാരണയാണ് LOC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക. രണ്ടാമത്തെ രാജ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് വളരെ കുറച്ച് അതിർത്തി മാത്രമേ ഉള്ളൂ. ഏകദേശം 106 കിലോമീറ്റർ ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെ തമ്മിൽ വേർതിരിക്കുന്ന രേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെ തമ്മിൽ വേർതിരിക്കുന്ന രേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കുമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് അതിർത്തിയുള്ളത്. അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അത് 106 കിലോമീറ്റർ ആണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോവാം. ആ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയുമായിട്ട് ഇന്ത്യക്ക് ഏകദേശം 3488 കിലോമീറ്റർ ദൂരമാണ് അതിർത്തിയുള്ളത്. 3488 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യ ചൈന അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് മക്മഹോൻ ലൈൻ എന്ന് പറയുന്നത്. മക്മോഹൻ അല്ലെങ്കിൽ മക്മഹോൻ ലൈൻ ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേര്. 1914 സിംല കോൺഫറൻസിലൂടെയാണ് ഈ ലൈന് നിലവിൽ വന്നത്. ഇനിയും ചൈനയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. 4 സംസ്ഥാനങ്ങള്. 4 സംസ്ഥാനങ്ങൾക്ക് ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിനും ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ ചൈനയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം
4 സംസ്ഥാനങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശം, ഒന്നാണ്, അത് ലഡാക്ക് മാത്രമാണ്. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ചൈനയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ചൈനയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോവാം. അടുത്ത രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. നേപ്പാളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 എണ്ണമാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്. സംസ്ഥാനങ്ങളുടെ പേരുകൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. ഇത്രയും സംസ്ഥാനങ്ങൾക്ക് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തി ദൂരം എന്ന് പറയുന്നത് 1751 കിലോമീറ്റർ ആണ്. 1751 കിലോമീറ്റർ ആണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യ നേപ്പാളിനെ നമ്മൾ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയൊന്നുമില്ല. അവിടെ ഒരു പർവ്വത നിരയാണ്. ആ പർവ്വത നിരയുടെ പേരാണ് മഹാഭാരത് പർവ്വത നിരകൾ. മഹാഭാരത് പർവ്വത നിരകൾ, ഹിമാചൽ പർവ്വതത്തിന്റെ ഭാഗമായിട്ടുള്ള മഹാഭാരത പർവ്വത നിരകൾ ഇന്ത്യയെ ഏത് രാജ്യത്ത് നിന്ന് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ നേപ്പാളിനെ നമ്മൾ വേർതിരിക്കുന്ന പർവ്വത നിരകളാണ് മഹാഭാരത പർവ്വത നിരകൾ എന്ന് പറയുന്നത്. നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. നേപ്പാളുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്ത രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുമായിട്ട് ഭൂട്ടാന് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അത് 1 സിക്കിമാണ്, 2 വെസ്റ്റ് ബംഗാളാണ്, 3 ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്, 4 അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുമായിട്ട് ഇതാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. സിക്കിമുമായിട്ട് അതിർത്തിയുണ്ട്, വെസ്റ്റ് ബംഗാളുമായിട്ട് അതിർത്തിയുണ്ട്, ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് അതിർത്തിയുണ്ട്, അരുണാചൽ പ്രദേശുമായിട്ടും ആർക്ക് അതിർത്തിയുണ്ട്? ഭൂട്ടാന് അതിർത്തിയുണ്ട്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള കര അതിർത്തി എന്ന് പറയുന്നത് 699 കിലോമീറ്റർ ആണ്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി ദൂരം എന്ന് പറയുന്നത് 699 കിലോമീറ്റർ ആണ്. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത്. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയൊന്നും അവിടെ നമുക്കില്ല. അവിടെ ഒരു സംരക്ഷിത പ്രദേശമാണുള്ളത്. അതിന്റെ പേരാണ് മനാസ് എന്ന് പറയുന്നത്. മനാസ് സംരക്ഷിത കേന്ദ്രം ഇന്ത്യയെ ഏത് രാജ്യത്തു നിന്ന് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും ഭൂട്ടാനെ തമ്മിൽ വേർതിരിക്കുന്ന സംരക്ഷിത കേന്ദ്രത്തിന്റെ പേരാണ് മനാസ് എന്ന് പറയുന്നത്. അടുത്ത രാജ്യത്തിലേക്ക് പോവാം. അടുത്ത രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. ഈ രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് മ്യാൻമറിന് അതിർത്തിയുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തിയുണ്ട്, നാഗാലാൻഡുമായിട്ട് അതിർത്തിയുണ്ട്, മണിപ്പൂരുമായിട്ട് അതിർത്തിയുണ്ട്, മിസോറാമുമായിട്ട് അതിർത്തിയുണ്ട്. ഇനി മ്യാൻമറുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. മ്യാൻമറുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. മ്യാൻമറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യ മ്യാൻമാർ അതിർത്തി ദൂരം എന്ന് പറയുന്നത് 1643 കിലോമീറ്റർ ആണ്. 1643 കിലോമീറ്റർ ആണ്. നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോവാം. അടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശുമായിട്ട് കിലോമീറ്റർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ദൂരം എന്ന് പറയുന്നത്. കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. രണ്ടാമത്തെ സംസ്ഥാനം ആസാമാണ്.
മേഘാലയ, ത്രിപുര, മിസോറാമ. മേഘാലയ, ത്രിപുര, മിസോറാമ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശ് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാള്. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യയും ബംഗ്ലാദേശിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയായിട്ട് പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ ഒരു തർക്കബാധിത പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേരാണ് തീൻബഗ കോറിഡോർ. അപ്പോൾ തീൻബഗ കോറിഡോർ ഇന്ത്യയെ ഏത് രാജ്യത്ത് നിന്ന് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയും ബംഗ്ലാദേശിനെ തമ്മിൽ വേർതിരിക്കുന്ന ഇടനാഴിയുടെ പേരാണ് തീൻബഗ കോറിഡോർ എന്ന് പറയുന്നത്. അടുത്ത രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലേക്ക് പോവാം. ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയായിട്ട് നമ്മൾ പറയുന്നതാണ് ഒന്ന് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. പാക് കടലെടുക്ക ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എഴുതാം ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാർ അല്ലെങ്കിൽ പാക് സ്ട്രെയിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത രാജ്യമാണ് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യയും മാലദ്വീപിനെ തമ്മിൽ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇനി മറ്റു ചില വസ്തുതകളിലേക്ക് നമുക്ക് പോവാം. 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാള്, സിക്കിം, അരുണാചൽ പ്രദേശ്. വെസ്റ്റ് ബംഗാള്, സിക്കിം, അരുണാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങൾക്ക് 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്. വിശദമാക്കാം. ആദ്യത്തത് വെസ്റ്റ് ബംഗാളിന് നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്. വെസ്റ്റ് ബംഗാളിന് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്. വെസ്റ്റ് ബംഗാളിന് ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. നമുക്ക് സിക്കിം എടുക്കാം. സിക്കിമിന്റെ അതിർത്തികൾ നോക്കുന്ന സമയത്ത് സിക്കിമിന് നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്. സിക്കിമിന് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്. സിക്കിമിന് ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്. 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. അടുത്തത് അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന് മ്യാൻമറുമായിട്ട് അതിർത്തിയുണ്ട്. അരുണാചൽ പ്രദേശിന് ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്. അരുണാചൽ പ്രദേശിന് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കൂടിയാണ് ഇത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇനി 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. 3 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ലഡാക്ക് ആണ്. കാരണം ലഡാക്കിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ലഡാക്കിന് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ലഡാക്കിന് ഇവിടെ ചൈനയുമായിട്ടും അതിർത്തിയുണ്ട്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഒരൊറ്റ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ചോദ്യം ഇങ്ങനെയാണ്: ഒരൊറ്റ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്. കർണാടകയുമായിട്ട് അതിർത്തിയുണ്ട്. തമിഴ്നാടുമായിട്ട് അതിർത്തിയുണ്ട്. ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഒറ്റ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ആദ്യത്തെ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വെസ്റ്റ് ബംഗാളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. കാരണം സിക്കിമിന്റെ ഇവിടെ നേപ്പാളാണ്, ഇവിടെ ഭൂട്ടാനാണ്. അപ്പോൾ സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വെസ്റ്റ് ബംഗാളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. രണ്ടാമത്തെ സംസ്ഥാനം മേഘാലയാണ്. മേഘാലയക്ക് ആസാമുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. മേഘാലയയുടെ മറ്റു ഭാഗങ്ങള് ബംഗ്ലാദേശാണ്. അപ്പോൾ ഒരൊറ്റ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 2 ആണ്. ആ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയയും എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിന് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹിയുമായിട്ട് ഉത്തർപ്രദേശിന് അതിർത്തിയുണ്ട്. അപ്പോൾ 8 സംസ്ഥാനങ്ങളുമായിട്ടും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടും അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിർത്തികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത്യാവശ്യം വിശദമായി നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.